തമിഴ്നാട്ടിലെ ലോക് ഭവന് മുന്നിൽ പ്രതിഷേധവുമായി ടി.വി.കെ പ്രവർത്തകൻ വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. அசம்பிளிக்கு அனுப்பணும். கவர்னர் ரொம்ப அநியாயம் பண்றாங்க. நாட்டு மக்கள் ஒட்டுமொத்த ஓட்டு போட்டுருக்காங்க. ஓட்டு போட்ட ஒட்டுமொத்த மக்களுக்கும் துரோகம் பண்றாங்க. இது எதனால பண்றாங்க? விஜய் முக்கியமந்திரி வேணும். விஜய் முக்கியமந்திரி ஆகணும். అதாவது மக்கள் முடிவு చేశారు. மக்கள் பிரமாண்டంగా முடிவு చేశారు. ஆனா கவர்மெண்ட் அநியாயம் చేస్తుంది. தமிழ் மக்கள் விஜய் சாருக்காக ஓட்டு போட்டு 108 தொகுதியை கொடுத்திருக்காங்க. காங்கிரஸ் 5 தொகுதி கொடுத்துட்டாங்க. 113 தொகுதி இப்ப இருக்கு. இன்னும் 5 தொகுதி தான் வேணும். இவங்க பதவி பண்ண மாட்டாங்க. ஏன் பண்ண மாட்டாங்க? இதே மாதிரி கலைஞர் ஒருத்தரவ கம்மியா இருந்தப்போ கலைஞர் பதவி பெறணும். எந்த பொறுப்பும் கிடையாது சார், எந்த பொறுப்பும் கிடையாது. நான் விஜய் சாரோட தொண்டை, விஜய் சாருக்கு ஓட்டு போட்டேன். விஜய் சாருக்கு ஓட்டு போட்டேன். ஒரே ஒரு காரணம் അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, സസ്പെൻസ് മൂവിയാണ്, പക്ഷെ ക്ലൈമാക്സ് ആയിട്ടില്ല. AIADMK സഖ്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി ടി.വി.കെക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് പ്രധാനമായി അറിയാനുള്ളത്. CPM-ന്റെയും CPI-യുടെയും VCK-യുടെയും തീരുമാനം എന്ത്? DMKയും DMKയും തമ്മിൽ സഖ്യം ഉണ്ടായിട്ടില്ല എങ്കിലും സർക്കാർ രൂപീകരിക്കാൻ വലിയ കടമ്പ ടി.വി.കെക്ക് മുന്നിലുണ്ട്. 5 MLA-മാരുടെ പിന്തുണ കൂടി. അത് തീരുമാനമാവേണ്ടത് ഇന്നിപ്പോൾ നടക്കുന്ന യോഗമാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നീണ്ടുപോവുകയാണ്. ഇപ്പോൾ രാവിലെ ഏതാണ്ട് 8:30 മണിയോടുകൂടി ആരംഭിച്ച യോഗമാണ്. ഈ സമയവും അവസാനിച്ചിട്ടില്ല. ആ യോഗം അവസാനിച്ച് സംസ്ഥാന സമിതി യോഗം ചേർന്ന ശേഷമാണ് തീരുമാനമെടുക്കാൻ. അപ്പുറത്ത് CPI-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് യോഗം തുടരുകയാണ്. ഈ 2 തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് VCK തീരുമാനമെടുക്കുക. ഞങ്ങൾ 3 പേരും ഒരേ തീരുമാനമാണ് എടുക്കുക എന്ന് VCK അധ്യക്ഷൻ തിരുമാവളവൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 പാർട്ടികളും ഒരേ തീരുമാനമെടുക്കും. അത് എന്ത് എന്നുള്ളതാണ്. ആ തീരുമാനം വിജയ്ക്ക് അനുകൂലമാണ് എങ്കിൽ നാളെ ഗവർണറെ പോയി കണ്ട് മറ്റന്നാളോ അതിനു വിറ്റുന്ന എപ്പോൾ വേണമെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാം. അതല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കനിമൊഴി പറയുന്നു ടി.വി.കെ അവർക്കാണ് ജനങ്ങളുടെ ജനാഭിപ്രായം, അവർക്കൊപ്പമാണ്, അവരെ വിളിക്കൂ ഗവർണർ എന്ന് പറയുന്നു. ഇന്നലെ DMKയും CPM CPI ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളും കോൺഗ്രസും എല്ലാം ആവർത്തിച്ച് ഗവർണറോട് ആവശ്യപ്പെട്ടതാണ് അവരെ സത്യപ്രതിജ്ഞയ്ക്ക് വിജയെ വിളിക്കൂ എന്നുള്ളത്. പക്ഷേ ഗവർണർ അതിന് തയ്യാറാവുന്നില്ല. എന്തായാലും ഇന്നത്തെ ഈ യോഗം തന്നെയാണ് തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. വൈകിട്ടൊരു 6 മണിയെങ്കിലും ആകുമ്പോഴത്തേക്ക് ഒരു തീരുമാനം CPM പറയും എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. ഇന്ന് വൈകുന്നേരമാകും എന്തായാലും തീരുമാനം അറിയാൻ. നാളെ 118 പേരുടെ പിന്തുണയോടുകൂടി വിജയ്ക്ക് ഗവർണർക്ക് ആ ലിസ്റ്റ് കൈമാറാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.